ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതൊരു സ്പെഷ്യൽ ഉണ്ടാക്കാനാ. കുട്ടീനോട് പറഞ്ഞ പോലെ നമുക്ക് എന്നാൽ അതുകൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. തൽക്കാലം നമുക്ക് ഇതിന് പേര് ബീട്രൂട്ട് പായസം എന്നാക്കാലേ. ബീട്രൂട്ട് കൊണ്ട് ഇവൾക്ക് ഉപ്പേരിയൊക്കെ വെച്ച് കൊടുത്താൽ ഇവൾ അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ വിദ്യ ഉപയോഗിച്ചാൽ മതി ബീട്രൂട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പണ്ടൊക്കെ 2 മാസം പൂട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മമ്മേൻ്റെ വീടിൻ്റെ ആ ഭാഗങ്ങളിലധികം കൃഷി ചെയ്തിട്ട് ഉപജീവനം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 2 സൈഡിലും കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന നെൽവയലുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അമ്മമ്മയും അമ്മച്ചനും നെല്ല് കൊയ്യാനും മെതിക്കാനൊക്കെ പോകലുണ്ട്. അതേപോലെ ചേന മുറിക്കാൻ, ചേന നടാനൊക്കെ പോകും. അപ്പോൾ ഇവർക്ക് കൂലീൻ്റെ ഒപ്പം നെല്ല് കൊയ്യുമ്പോൾ നെല്ലും കിട്ടും. അപ്പോൾ ആ നെല്ല് പുഴുങ്ങി കുത്തിയിട്ടാണ് അരിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ആ നെല്ല് പുഴുങ്ങുമ്പോൾ ഒരു മണം വരും. സൂപ്പറാണ് മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം. അവിടുത്തെ അമ്പലത്തിൽ ഈ മെയ് മാസത്തിലൊക്കെയാണ് പൂരം ഉണ്ടാവുക. കാളവേലിയും പൂരം ഉണ്ടാവും. അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാളവേലേൻ്റെ അന്നും പൂരത്തിൻ്റെ അന്നും കുട്ടികൾക്ക് നല്ല ഐസ്ക്രീം കിട്ടും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂരത്തിനൊക്കെ പോകാൻ കേട്ടോ. കാളവേലിയും പൂരം 2 ദിവസമായിട്ടാണ് നടക്കുക. ആദ്യം കാളവേലിയും പിന്നെ പൂരം. കാളേനെയൊക്കെ കൊണ്ടുപോയ കാളവേലിയുടെ തലേ ദിവസമാണ്. ശരിക്കുമില്ല കാളയല്ല കേട്ടോ, കാളേൻ്റെ പ്രതിമയാണ് കാളവേലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ കാളകളെ കാണാൻ എന്തൊരു ചന്താണെന്ന് അറിയോ. വലിയ കാളകളുണ്ടാവും, ചെറിയ കാളകളുണ്ടാവും, അതേപോലെ തന്നെ ഇണക്കാളകളുണ്ടാവും. നല്ല ചന്താണ് ഐറ്റങ്ങളെ കാണാൻ. ചില കാളകളെ വാലിങ്ങനെ ആട്ടുന്ന കാണാം. അതേപോലെ കണ്ണും ഇങ്ങനെ ചിമ്പും, ചെവി ഇങ്ങനെ ആട്ടാറുണ്ട് ചില കാളകൾ. നല്ല ചന്താണ് ഐറ്റങ്ങളൊക്കെ കാണാൻ കേട്ടോ. അതേപോലെ തന്നെ വലിയ കാളകളൊന്നും കാളക്കുന്നിക്ക് കയറ്റില്ല. ഒരു ഇടത്തരം കാളകളെ മാത്രമേ കാളക്കുന്നിക്ക് കയറ്റുള്ളൂ. കാളക്കുന്നിക്ക് കയറിയിട്ട് കാളകൾ ഇറങ്ങിയാൽ കാളവേല കഴിഞ്ഞതാണ്. പിന്നെ പിറ്റേ ദിവസം പൂരാണ്. പൂരത്തിന് ഏകദേശം 42ഓളം ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. നല്ല രസമാണ് പൂരം. ആ പൂരം കഴിയുന്നതോടെ ഏകദേശമൊക്കെ പൂരങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ദിവസം ഈ പൊരിയും മുറുക്കും വളകളും മാലകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പൂരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂള് തുറക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരിക വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അമ്മച്ചന് ബാഗും കൊടിയും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിത്തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ വലിയ ഇഷ്ടമാണ്. അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവാൻ റോഡ് മാർഗമൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഞങ്ങൾ പാടത്ത് കൂടെ ഉള്ള വഴി കൂടെ പോവുള്ളൂ.
അതേപോലെ തന്നെ പാടത്തിൻ്റെ ഒക്കെ ഏകദേശം നടുകിലായിട്ട് വലിയൊരു കിണറുണ്ട്. അതിൽ നിറച്ച് മീനുകളാണ്. ഞങ്ങൾ അതിനിങ്ങനെ പോകുമ്പോൾ ആ കിണറ്റിക്ക് ഇങ്ങനെ എത്തി വെക്കും. അമ്മേൻ്റെ അടുത്ത് കുറേ ചീത്തൊക്കെ കേൾക്കുമെങ്കിലും എന്നാലും ഞങ്ങളിങ്ങനെ എത്തി വെക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് കാണാൻ. ആ കിണർ, ആ പാടത്തിൻ്റെ നടുകിലൊരു കിണർ കാണാൻ. ആ അമ്പലം പുഴേൻ്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ്. ഫോട്ടോസൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. ചാടിയിട്ടാണ് അവിടുത്തെ കണിക്കൊന്ന മരങ്ങളൊക്കെ നിൽക്കുന്നത്. അതൊക്കെ പൂത്ത് നല്ല ചന്തത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ പുഴയും ആ അമ്പലത്തിൻ്റെ ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വർണ്ണിക്കാണ്ട് കഴിയില്ല. അത്രയ്ക്ക് ചന്തമാണ് അത് കാണാൻ. പിന്നെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവിടെ തല്ലൊക്കെ ഉണ്ടാവുമ്പോൾ പൂരം കഴിഞ്ഞ് പിന്നെ അടുത്ത പൂരം വരുമ്പോഴാണ് അത്ര ആ തല്ലിൻ്റെ ബാക്കി ഉണ്ടാവുക. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ലടോ. ഇത് ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് ഉണ്ടാക്കിയതാണ്. കാണുമ്പോൾ എന്തൊരു സിമ്പിളാണ്. ചെറുതായിട്ട് ആ സാവോനരി ഇങ്ങനെ കട്ട്, പക്ഷെ അത് ഇറക്കി വന്നപ്പോൾ സെറ്റായി. അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഞാൻ, പക്ഷേ ഏത് അമ്പലം എന്ന് പറഞ്ഞില്ല. പൂതമ്പലാണ് കേട്ടോ. നമുക്ക് തൽക്കാലം എന്നാൽ ഈ വിശേഷം ഇവിടെ നിർത്താലേ. ഇനി പിന്നീട് രസത്തിൽ പറയാം കേട്ടോ. അതിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒഴിച്ചതാണ്. അതാണ് അത് നേരെ ഒഴിക്കുന്നത് കാണാത്തത്. പുതിയ പ്രിപ്പറേഷന് പേരിട്ടിട്ടില്ല. ബീട്രൂട്ട് പായസം തൽക്കാലം വിളിക്കാം. ബീട്രൂട്ട് പായസം
വെരി നൈസ്. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണേ.